ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് പല ആളുകളും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വഴിയൊക്കെ പണം അയക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ അയക്കുന്ന വ്യക്തികൾക്കായിരിക്കില്ല ചിലപ്പോൾ ലഭിക്കുന്നത്. അതായത് റോങ് ആയിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഇടയിൽ നിന്ന് ചിലപ്പം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റായ ഒരു നമ്പറിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. അല്ല, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തു, പക്ഷേ അവരുടെ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് കയറിയിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെയും പ്രശ്നങ്ങൾ നമ്മളെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം അവർക്കുള്ള ചെറിയൊരു സൊല്യൂഷനാണ് ഈ ഒരു മെത്തേഡ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പല ആളുകൾക്കും എമൗണ്ട് തിരിച്ച് റീഫണ്ടായിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കയറിയിട്ടുമുണ്ട് ഈ ഒരു വഴി ചെയ്യുന്ന സമയത്ത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും കൺസ്യൂമർ എന്ന്. ഓക്കെ, താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന ശേഷം കൺസ്യൂമർ എന്ന് അതിൻ്റെ ആ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ UPI കംപ്ലയിൻറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ UPI കംപ്ലയിൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് UPIയുടെ ഇതുപോലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് രണ്ട് ഓപ്ഷനാണ് കംപ്ലയിൻ്റ് ഉള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ, രണ്ട് നോൺ ട്രാൻസാക്ഷൻ. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് NPCIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ? ഓക്കെ, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അതായത് പേഴ്സൺ ടു പേഴ്സൺ, പേഴ്സൺ ടു മെർച്ചൻറ്റ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കാണ് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പേഴ്സൺ ടു മെർച്ചൻറ്റ്, അപ്പോൾ നമ്മൾ കടയിലൊക്കെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ മെർച്ചൻറ്റ് QR കോഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ല, ഇനി മെർച്ചൻറ്റ് QR കോഡ് നിങ്ങൾ പണം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്കാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. പൊതുവെ ആളുകൾക്കും പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും. സോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ റീസൺ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മളെ ഇഷ്യൂ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എമൗണ്ട് ഡെബിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റ് ടു ബെനിഫിഷ്യസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവുകയും നമ്മൾ അയച്ചു കൊടുക്കുക, ആർക്കാണോ അയച്ചത് അവരുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം ആ ഒരു പ്രോബ്ലമാണ്. രണ്ടാമത് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആണ് ബട്ട് എമൗണ്ട് ഡെബിറ്റഡ് ആണ്. മൂന്നാമത് ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മൾ തെറ്റായ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ടു അനദർ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം കമൻസ്, അതായത് കമൻസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ക്യാഷ് പോയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ എടുത്ത് മലയാളം ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഇംഗ്ലീഷ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് നിങ്ങളുടെ UPI ട്രാൻസാക്ഷൻ ID ആണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത ആ ഒരു പേയ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾ എടുക്കുക. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ UPI ട്രാൻസാക്ഷൻ ID എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോൺ പേ വഴിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഫോൺ പേയിൽ ആ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും UPI ട്രാൻസാക്ഷൻ ID. ഈ ഒരു ID ഉണ്ടല്ലോ, ജസ്റ്റ് തെറ്റാതെ കറക്റ്റ്ലി തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ കാണാൻ പറ്റും ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്നത് ഏകദേശം 12 ഡിജിറ്റ് ട്രാൻസാക്ഷൻ ID ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, റെഫറൻസ് നമ്പർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം കാണാൻ സാധിക്കുക. അപ്പം നിങ്ങളത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ പണം പോയിട്ടുള്ള ബാങ്ക്, അത് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ റുപ്പീസ്, അതായത് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇൻകറക്റ്റ്ലി നിങ്ങളിൽ നിന്ന് പണം പോയിട്ടുള്ളത്, ആ ഒരു എമൗണ്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ റുപ്പീസ് ഉണ്ട്, പൈസ എന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പല ആളുകൾക്കും ചെറിയൊരു ഡൗട്ട്സ് വരും, ഇതെന്താണ് ഇങ്ങനെയാണെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ അതാണ്, അതായത് ഈ 352 രൂപ എന്ന് പറയുന്നത് ആ റുപ്പീസാണ്. ഡോട്ട് ഇട്ടതിന് ശേഷം 56 ഇത് ആണ് പൈസ വരുന്നത്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ എമൗണ്ട് മിസ്സായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് റുപ്പീസ് എന്ന ഭാഗത്ത് 352 രൂപ, പിന്നെ പൈസ എന്ന ഭാഗത്ത് 56. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പൈസ ഒന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ കറക്റ്റിലെ റുപ്പീസ് മാത്രമുള്ളതെങ്കിൽ അത് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, നിങ്ങൾ എന്നാണോ പണം അയച്ചിട്ടുള്ളത് അതിൻ്റെ ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ശേഷം ഒരു ഇമെയിൽ ID, ഈ ഇമെയിൽ ID നിങ്ങളുടെ മെയിൻലി നിങ്ങൾ കറക്റ്റ് യൂസ് ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ലൊരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. കാരണം അവരുടെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആ ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഈ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യലോടുകൂടി നിങ്ങൾക്ക് ഒരു 24 hours അല്ലെങ്കിൽ 48 hours നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രതികരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലുമായിട്ട് ലഭിക്കുന്നതായിരിക്കും. പല ആളുകൾക്കും ഇത് ചെയ്തിട്ട് പേയ്മെൻറ്റ് റീഫണ്ടായി കിട്ടിയിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.